എപ്പോഴുള്ള സ്കൂൾ തുറക്കാറാകുമ്പോഴായിരിക്കും ആ ലാസ്റ്റത്തെ ഒരാഴ്ച കൊണ്ടാണ് നമ്മൾ ഓടിപ്പിടിച്ച് പിന്നെ എല്ലാ ഡ്രസ്സ് മേടിക്കാൻ പോവുകയും ബുക്ക് എടുക്കാൻ പോകുന്നതൊക്കെ എന്നിട്ട് ധൃതി പിടിച്ചിട്ട് ഒരുക്കവും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് വെപ്രാളം കയറും. പിന്നെ അതിൻ്റെ കൂടെ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിന് സ്കൂളിൽ രാവിലെ എഴുന്നേറ്റ് വിടണമല്ലോ എന്നുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ രാവിലെ എഴുന്നേക്കും എല്ലാം ചെയ്യും. എന്നാൽ തന്നെ സ്കൂളിലോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ വല്ലാത്ത വെപ്രാളം. പണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കാര്യമൊക്കെ ഓർമ്മ വരും. വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. അങ്ങനെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാവർക്കും അങ്ങനെ. പിന്നെ നമ്മൾ എക്സാമിലോട്ടാണ് ആദ്യം പോകുന്നത്. പിന്നെ ബുക്കൊക്കെ മേടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആശുക്കുട്ടിനെ കുറച്ച് ഷർട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇവർക്ക് തുണി കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ സ്കൂൾ തുറന്ന് കുറച്ച് ദിവസം വരെ നമുക്ക് സമയം തരും, അതിനുള്ളിൽ കൊടുത്തു. അപ്പോൾ അത്രയും ദിവസം നമുക്ക് കളർ ഡ്രസ്സൊക്കെയാണ് ഇടേണ്ടത്. അപ്പോൾ പുതിയ ഡ്രസ്സ് കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ടൊക്കെ ഒപ്പിച്ച് കൊടുക്കാമല്ലോ എന്ന് വെച്ച് ഇങ്ങനെ എല്ലാം കൂടെ എടുക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ വന്നിരിക്കും. അപ്പോൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പപ്പായും കൂടെ ഞങ്ങൾ 3 പേരും തന്നെ വന്ന് കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ നടക്കും. അപ്പോൾ ഇച്ചിരി നടക്കണം. അപ്പം അവിടെ പണി നടക്കുന്നുണ്ട്, ഓരോ സെക്ഷനിലും ഓരോ പണി നടക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥലത്തൊന്നും അല്ല, ഈ പ്രാവശ്യം കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇരിക്കും നമ്മുടെ അതുപോലെയൊക്കെ തന്നെ. അങ്ങനെ പോയി തപ്പി പിടിച്ച് ഓരോ സെഷനിലോട്ട് നമ്മൾ കയറുക. ഇനി ചെല്ലുന്നതല്ല പാട്, ഓരോന്നും സെലക്ട് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ നല്ല അടിപൊളി തിരക്ക് കാര്യങ്ങളും കൂടെ. അങ്ങനെ പിന്നെ നമ്മൾ ആച്ചുക്കുട്ടിനെ ഡ്രസ്സൊക്കെ നോക്കുവാണ്. ഷർട്ടൊക്കെ നല്ല അടിപൊളി സെലക്ഷനും കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ ഉണ്ട്. അപ്പോഴത്തേക്ക് അങ്ങനെ ആച്ചുവിൻ്റെ ഓരോന്ന് അപ്പം മൂന്ന് ഷർട്ടാണ് എടുക്കുന്നത്. പിന്നെ 3/4 നിക്കറും കൂടി എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ജീൻസൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ പെരുന്നാളിനെടുത്തതും ഓണത്തിനെടുത്തൊക്കെ ഡ്രസ്സ് ഇരിക്കും. അപ്പോൾ അതും വെക്കേഷൻ ആയിട്ടും നമ്മൾ അധികം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ മാത്രമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളത് 3/4 1-2 നിക്കറും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇതുപോലെ ബ്ലാക്ക് ഒരു ഷർട്ട് എടുക്കണം. അത് കോട്ടൻ്റെ ഷർട്ട് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ജീൻസിൻ്റെ കണക്കത്തെ, പക്ഷെ അതില്ല ഇവിടെ. അങ്ങനെ ഇതുമൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എനിക്ക് ടോപ്പ് എടുക്കണം. ആ ടോപ്പ് എടുക്കുന്നതാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ എനിക്ക് ടോപ്പ് എടുക്കാനായിട്ട് നമ്മൾ വന്നപ്പം പല സ്ഥലത്തും ഒരു ഇതില്ല കളക്ഷനായിട്ട്. എനിക്ക് ടോപ്പിൻ്റെ നോക്കിയിട്ട് എന്ന് വെച്ചാൽ കുറച്ചുണ്ട്, എന്നാൽ തന്നെ നമുക്ക് ഉള്ളതൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം ഉള്ളതുപോലെയൊക്കെ തന്നെ. എനിക്കാണെങ്കിൽ ഉള്ള കളറിൻ്റെയാണ് മിക്ക ടോപ്പും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ നീല അല്ലെങ്കിൽ ലൈറ്റ് പിന്നെ ക്രീം കളറിൽ അങ്ങനെയൊക്കെ തന്നെ ടോപ്പ്. നമുക്ക് ഇല്ലാത്ത കളർ നോക്കിയാണ് എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത്. കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന്. അങ്ങനെ പിന്നെ ഈ ടോപ്പാണ് നമ്മൾ എടുത്തത്. ഇതാണ് പിന്നെ നമ്മൾ എടുത്തുകൊണ്ടിങ്ങനെ വന്നത്. അത് എടുത്തിട്ട് വലിയ എൻ്റെ മോന്തൊക്കെയുള്ള തെളിച്ചം കാണുമ്പോഴേ അറിയാം എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നൊക്കെ. അപ്പോഴത്തേക്ക് എനിക്കാണ് ഒട്ടും വലിയ താല്പര്യമില്ല, എന്നാലും അത്ര നേരം നിന്നയല്ലേ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ പപ്പാക്ക് അത് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് ഞാനത് മേടിച്ചത്. അത് മതി, കുഴപ്പമില്ല, നല്ലതാണെന്നും പറഞ്ഞു. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടെ ഇതായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ചുരിദാറൊക്കെ എടുത്ത് നമ്മളിനി ബില്ല് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ബില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് നേരെ ഇരുട്ടി. അപ്പം വെട്ടമുള്ളപ്പോൾ പോയതാണ്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇരുട്ടി. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ വാതിക്കൽ തന്നെ നിന്ന്. അപ്പോൾ ഇനി കുഞ്ഞിന് ബുക്കും മേടിക്കണം. പിന്നെ പൊതിയാനുള്ള പേപ്പറൊക്കെ വാങ്ങിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ ഇനി പോകുന്നത് വിദ്യാരംഭത്തിലോട്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ വേറൊരു കാര്യമുണ്ട്, നമ്മളല്ലാത്ത ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ഇവിടെ ആകുമ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ബുക്കാണ്. എന്ന് വെച്ചാൽ അവരത് നൂല് കൊണ്ടായിരിക്കും ആ ബുക്ക് ഇങ്ങനെ തയ്ക്കുന്നത്. അങ്ങനെ അതും എല്ലാം മേടിച്ച് നമ്മൾ നേരെ പിന്നെ വീട്ടിലോട്ട് ഇങ്ങ് വന്ന്. അപ്പോൾ അച്ചുക്കുട്ടൻ ഇപ്രാവശ്യം മേടിച്ച ബാഗും ബോക്സും ഇതാണ് നമ്മുടെ അച്ചുക്കുട്ടനെടുത്ത ഡ്രസ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ സ്കൂൾ പ്രമാണിച്ച് എൻ്റെ അച്ചുമോന് മേടിച്ച ഇപ്രാവശ്യത്തെ എല്ലാം അതുകൊണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും നന്നായിട്ട് പഠിച്ച് നല്ല മക്കളായിട്ട് വീടിന് നാടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായിട്ട് എല്ലാവരും വളർത്തിയെന്ന് നമുക്ക് റബ്ബിനോട്. അപ്പോൾ നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.